ഹായ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇനി രാവിലെ ചോറൊന്നും കിട്ടണ്ട കേട്ടോ, മോൻ സ്കൂളിൽ പോകണ്ടല്ലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചീനിക്കിഴങ്ങ് അവിച്ചതാണ് കേട്ടോ. അപ്പോൾ വാപ്പ ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ചീനിക്കിഴങ്ങ്. അതിൽ കുറച്ച് പീസ് എടുത്ത് കഴുകി കട്ട് ചെയ്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വെച്ചത് കേട്ടോ. അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം ഞാൻ തുണി കഴുകാനായിട്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാപ്പ കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നൈസായിരുന്നു അതിൻ്റെ തൊലിയൊക്കെ. അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ച് എൻ്റെ പൊന്നെ ചക്കയും മാങ്ങയൊക്കെ തിന്നാനായിട്ടാണ് കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിച്ച്. ഇപ്പോൾ അതിലെ ചവറ് തൂത്ത് വയ്യ കേട്ടോ. അങ്ങനെ ചീനിക്കിഴങ്ങെല്ലാം തിന്നതിന് ശേഷം ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ ഇരുന്ന് ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പുളിശ്ശേരി വയ്ക്കാമെന്ന്. അങ്ങനെ ഞാൻ ഒരു 10 രൂപയുടെ തൈര് വാങ്ങി പുളിശ്ശേരിയും വെച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കും പുരട്ടി ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. മെഴുക്ക് കണ്ടതും പിന്നെ ആതിൽ കോരിക്കൊണ്ട് വെച്ച് തീറ്റയായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കും ആതിലിനൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. മുത്തുമണിയാണെങ്കിൽ ഇന്ന് പുളിശ്ശേരി ആയതുകൊണ്ട് പിണങ്ങി കിടക്കുകയാണ്. ഞാൻ മിണ്ടില്ല. പ്രഗ്നന്റ് ആയി എനിക്ക് ഒരു 50 രൂപയുടെ മീൻ വാങ്ങി തന്നൂടെ? എനിക്ക് ഈ പുളിശ്ശേരിയൊന്നും വേണ്ട. അവളുടെ പരിഭവം പരാതിയൊക്കെ കേട്ട് ഞാൻ എൻ്റെ മീൻ ചട്ടിയിൽ നിന്ന് കുറച്ച് മീൻകറിയും കുറച്ച് പുളിശ്ശേരിയും കൂടെ മിക്സ് ചെയ്ത് അവൾക്ക് ചോറ് കൊടുത്തു കേട്ടോ. പക്ഷേ ഇത്തിരി കഴിച്ചിട്ട് മാറി അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബാക്കി മീൻകറി ചട്ടിയിലോട്ട് ചോറും ഇട്ട് പുളിശ്ശേരി ഒഴിച്ച് നമ്മുടെ മെഴുക്കുരട്ടിയും വെച്ച് ആൻറ്റി തന്ന പുളിച്ചിക്ക് അച്ചാറും വെച്ച് അങ്ങോട്ട് കുഴച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ പാത്രത്തിൽ ഇത്രയും കറിയിട്ട് കഴിക്കുന്നതിനേക്കാളും ചട്ടിയിലിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കാനായിട്ട് അടി വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ശീലം ഇന്നുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.